മണ്ഡലത്തിൽ ഏതാണ്ട് 17 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ടി കെ ഗോവിന്ദൻ ലീഡ് ചെയ്യുകയാണ്. 13,306 വോട്ടുകൾക്ക് പി കെ ശ്യാമള ടീച്ചർ പിന്നിലാണ്. പി കെ ശ്യാമള ടീച്ചർ ഇപ്പോഴും പിന്നിലാണ്. ലീഡ് നേടാൻ അതിലേക്ക് അടുക്കാൻ പോലും കഴിയുന്നില്ല. കൃത്യമായി തളിപ്പറമ്പയിൽ ടി കെ ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നു. വളരെ വ്യക്തമായി സുവ്യക്തമായി തന്നെ ബഹുദൂരം മുന്നിലായി പോകുന്നു പി കെ ശ്യാമളയേക്കാൾ. ആകാംക്ഷയുടെ നിമിഷങ്ങൾ അവസാനിക്കുകയാണ്. ഫലപ്രഖ്യാപനങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാ തളിപ്പറമ്പിൽ, അതായത് മറ്റൊരു പ്രധാനപ്പെട്ട, അതായത് CPM-ന്റെ കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തളിപ്പറമ്പിൽ ഇതിനു മുമ്പ് 1970 കാലഘട്ടത്തിൽ മാത്രമാണ് CPM-ന് അപ്പുറത്തൊരു സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു കയറാൻ സാധിച്ചിട്ടുള്ളത് എങ്കിൽ പയ്യന്നൂർ എന്ന നിയമസഭാ മണ്ഡലം അതിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും CPM അല്ലാതെ മറ്റൊരു നേതാവിനെ നിയമസഭയിലേക്ക് അയച്ചിട്ടില്ല എന്നതാണ്. അങ്ങനെയുള്ള പാർട്ടി കോട്ടകളിൽ ആണ് ഇപ്പോൾ വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇത് പ്രഹരമല്ല, കനത്ത പ്രഹരം എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇടതു മുന്നണിക്കേൽക്കുന്ന കനത്ത പ്രഹരം, CPM-നേൽക്കുന്ന കനത്ത പ്രഹരം, അത്രമേൽ വലിയ തിരിച്ചടി ഇപ്പോൾ CPM-ന്റെ കോട്ടകളിൽ ഉൾപ്പെടെ പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. UDF 103 ഇടങ്ങളിൽ വിജയിക്കുകയോ മുന്നിട്ട് നിൽക്കുകയോ ചെയ്യുമ്പോൾ LDF കേവലം 34 എന്നതിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. BJP അവരുടെ നില 0-ൽ നിന്ന് 3-ലേക്ക് ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ രാഷ്ട്രീയ കേരളം എങ്ങനെയാണ് മാറി ചിന്തിക്കുന്നത് എന്നതിന്റെ പ്രതിഫലനമായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നതാണ്. ഒരു പക്ഷേ എക്സിറ്റ് പോളുകൾക്കൊന്നും വിലയിരുത്താൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു എക്സിറ്റ് പോളുകളും ഇത്രമേൽ മികച്ച ഒരു പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഏറ്റവും ഉയർന്നാൽ 90 എന്ന സീറ്റിലേക്ക് ഇതാ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തെ നമുക്കൊരു കോൺഗ്രസ്സുകാരനായി ഒന്നും വിലയിരുത്താൻ സാധിക്കില്ല. അദ്ദേഹം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അധപ്പതനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പാർട്ടിക്ക് പുറത്തു വന്ന ആളാണ്. അയാളാണ് ഇപ്പോൾ CPM-ന്റെ ലേബലിലല്ല മത്സരിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ലാതെ ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. CPM-കാരനല്ലാതെ ആരും വിജയിച്ച ചരിത്രം പയ്യന്നൂരിനില്ല. ഇപ്പോൾ ഇതാ തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ മുന്നിട്ട് നിൽക്കുമ്പോൾ വലിയ തോതിൽ വലിയ മുന്നേറ്റം ആണ് ഇപ്പോൾ ടി കെ ഗോവിന്ദന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതേതാണ്ട് വിജയത്തിലേക്ക് അടുക്കുന്ന മുന്നേറ്റമാണ്. പക്ഷേ തലശ്ശേരിയിൽ കാരായി രാജൻ ഇതുപോലെ തന്നെ വലിയ വിമർശനങ്ങൾ നേരിട്ട CPM-ന്റെ ഒരു നേതാവാണ്, നേരിടുന്ന നേതാവാണ് കാരായി രാജൻ. പക്ഷേ കാരായി രാജൻ അവിടെ വിജയിച്ചു കയറിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.